ഹായ് ഗായ്സ്, ഗ്ലിബർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 8 മത്സരാർത്ഥികളാണുള്ളത്. ഈ 8 മത്സരാർത്ഥികളിൽ നിന്ന് 1-2 മത്സരാർത്ഥികൾ നാളെ പുറത്തു പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നാളെ ലാലാട്ടിന്റെ ഷൂട്ട് കഴിയുമ്പോൾ ആരാണ് പുറത്തു പോയെന്ന് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറുകളിലെ നിർണായകമായ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയ്ക്ക് പഴയ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോഴും ജേതാവായി തന്നെയാണ് തുടരുന്നത്. മറ്റൊരു മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോ. 5,64,301 കൂറ്റം വോട്ട് നേടിയാണ് തൻ്റെ 1ാം പൊസിഷനിൽ ജേതാവായി തന്നെ തുടരുമെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് ആയിട്ട് ജിൻഡോ മുന്നേറുന്നത്. 2ാം പൊസിഷനിൽ ജാസ്മിനാണുള്ളത്. ജാസ്മിനും അമ്പരിപ്പിക്കുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സീസണിൽ ജിൻഡോയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ തന്നെ കൊണ്ടാകും എന്ന് ഉറക്കെ പറയുന്ന വോട്ടിംഗ് ആണ് ഇപ്പോൾ ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. 4,68,750 വോട്ട് നേടി 2ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 3ാം പൊസിഷനിൽ അഭിഷേകാണ് പുതിയൊരു ഉദയമാണ്, താരോദയമാണ്. ശരിക്കും നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമായിട്ട് മുമ്പോട്ടാണ്. ഇപ്പോൾ ജാസ്മിനുമായിട്ട് ഏകദേശം അടുത്ത് വന്നിരിക്കുകയാണ്. ജാസ്മിന് വെല്ലുവിളി ഉയർത്താൻ തക്ക വിധത്തിൽ വളർന്നു കഴിഞ്ഞു ഇപ്പോൾ അഭിഷേക്. ഇപ്പോൾ 4,60,788 എന്ന കൂറ്റം വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ അർജുനാണുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു അർജുനല്ല ഈ ആഴ്ച വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അൻസിബയെ അട്ടിമറിച്ച് 4ാം പൊസിഷനിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 4,15,321 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5ാം പൊസിഷനിൽ അൻസിബയാണുള്ളത്. അൻസിബ ഇപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തി അർജുനും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3000 വോട്ടിന് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 5ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4,12,344 വോട്ടാണ് അൻസിബ നേടിയത്. 6ാം പൊസിഷനിൽ ഋഷിയാണുള്ളത്. ഋഷിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീതുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായതുകൊണ്ട് തന്നെ 6ാം പൊസിഷനും ഒരു ഡേഞ്ചർ പൊസിഷനായി തന്നെ തുടരുകയാണ്. കാരണം വരും മണിക്കൂറിലെ വോട്ടിങ്ങിനെ ആശ്രയിച്ചിരിക്കും ഋഷിയുടെ ഭാവി. ഇപ്പോൾ 3,13,255 വോട്ട് നേടി 6ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ഋഷി. 7ാം പൊസിഷനിൽ ശ്രീതുവാണ് ഉള്ളത്. ഈ ആഴ്ചയിൽ പുറത്തു പോകുമോ ഇല്ലയോ എന്നൊക്കെ ഈ വരും മണിക്കൂറിലെ വോട്ടിങ്ങൾ മാത്രമേ ആശ്രയിച്ചിരിക്കുകയുള്ളൂ. ഇപ്പോൾ 3,12,444 വോട്ട് നേടി 7ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടരുന്നത്. വരും മണിക്കൂറുകൾ നല്ല വോട്ട് നേടാനായില്ലെങ്കിൽ ഈ തവണ ശ്രീതു പുറത്തു പോകുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. 8ാം പൊസിഷനിൽ അപ്സരയാണുള്ളത്. അപ്സര ഈ തവണ പുറത്തു പോകുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ഒരു ഘട്ടത്തിൽ മുന്നിലേക്ക് കയറാൻ പറ്റാത്ത ഒരു മത്സരാർത്ഥിയാണ്. എന്നിരുന്നാൽ കൂടെ ശ്രീതുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3,10,700 വോട്ടാണ് നേടിയിരിക്കുന്നത്. വരും മണിക്കൂറിലുള്ള വോട്ടിംഗ് വളരെ നിർണായകമാണ് അപ്സരയ്ക്ക്.